വെൽക്കം. റഹ്മാനാണ്. ആന്റിബയോട്ടിക്സ് വീഡിയോ സീരീസിൽ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ സൾഫോണാമൈഡ് ഡ്രഗ് ഗ്രൂപ്പിനെ പറ്റിയാണ് പറയാം. സൾഫോണാമൈഡ്സ്. അപ്പം നമുക്ക് ട്രൈമെത്തോപ്രിം എന്ന് പറയുന്ന മരുന്ന് അതിൻ്റെ കൂടെ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അതിനെ പറ്റി പറയണം. അത് രണ്ടും കൂടി ചേർന്നാണ് കോട്രൈമോക്സോൾ. സോ ഇതിനെ പറ്റി പറയണം. അനുബന്ധ മരുന്നുകളെ പറ്റിയും നമുക്ക് ഇതിൻ്റെ കൂടെ പറയണം. ഈ സൾഫാ മരുന്നുകൾ എന്ന് പറയുന്നതാണിത്. സൾഫോണാമൈഡ്സ് എന്ന് പറയുന്ന മരുന്നാണ്. സൾഫോണാമൈഡ് മരുന്ന് ഗ്രൂപ്പിനെ നമ്മൾ ആന്റിഫോളേറ്റ് ഡ്രഗ് എന്നും വിളിക്കും. ആന്റിഫോളേറ്റ് ഡ്രഗ് എന്നും നമ്മൾ വിളിക്കും. കാരണം ഇത് ബാക്ടീരിയയിലെ ഫോളിക് ആസിഡ് സിന്തസിസ് ആണ് തടയുന്നത്. സോ അതുകൊണ്ട് ഇവയെ നമ്മൾ ആന്റി മെറ്റബോളൈറ്റ്സ് എന്ന വാക്കിലാണ് നമ്മൾ പ്രധാനമായിട്ടും പറയുക. ആന്റി ക്യാൻസർ മരുന്നുകളിലാണ് ഇത് കൂടുതൽ സ്യൂട്ട് എങ്കിലും ഇതിന് നമുക്ക് ഉപയോഗിക്കാം ആന്റി മെറ്റബോളൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡി എൻ എ മറ്റും ഉണ്ടാക്കാനായിട്ട് പ്രധാനമായിട്ടുള്ള ചില മെറ്റബോളൈറ്റ്സ് ഉണ്ട്. അതേപോലെ ഇരിക്കുന്നതാണ് ഈ സൾഫോണാമൈഡ് പോലെയുള്ള മരുന്നുകൾ. സോ അതിനെ തടയുകയാണ്. അതേപോലെ ഇരിക്കുന്നതുകൊണ്ട് അതിനെ തടയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവയെ ആന്റി മെറ്റബോളൈറ്റ്സ് എന്ന് പറയും. ബാക്ടീരിയയിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു മെറ്റബോളൈറ്റ് ആണ് ഫോളിക് ആസിഡ്. മനുഷ്യരിലും പ്രധാനപ്പെട്ട തന്നെയാണ്. സോ അത് തടയുന്നത് സൾഫാ മരുന്നാണ്. അതുകൊണ്ടാണ് ആന്റി മെറ്റബോളൈറ്റ്സ് എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ നമുക്കിവിടെ പ്രവർത്തന രീതി, മെക്കാനിസം ആക്ഷൻ പറയുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ഈ സൾഫാ മരുന്നുകളെ ഒന്ന് പരിചയപ്പെടാം. എന്നിട്ട് നമുക്ക് മെക്കാനിസത്തിലേക്കൊക്കെ വരാം. ഈ സൾഫാ മരുന്നുകളാണ് ആദ്യത്തെ സിന്തറ്റിക് ആന്റി മൈക്രോബിയൽസ് ഓർ ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. സിന്തറ്റിക് ആയിട്ടുള്ളത് ഇതാണ്, സൾഫാണ്. ഡൊമാഗ് ആണ് കണ്ടുപിടിച്ചത്. ഡൊമാക് പുള്ളി കണ്ടുപിടിച്ചത് പ്രോൺടോസിലാണ്. പ്രോൺടോസിൽ ഡൈ അതിൽ നിന്നൊക്കെ പെൻസിലിനൊക്കെ മുമ്പേ ഉണ്ടത്. ഏത് സൾഫ മരുന്നാലും ഇവയ്ക്കൊരു സൾഫോണാമൈഡ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ, ഒരു മൊയിറ്റി എന്നാണ് നമ്മൾ പറയാം. സൾഫോണാമൈഡ് സ്ട്രക്ചർ ഉണ്ടാകും. അപ്പോൾ അതിൽ സൾഫ എന്ന വാക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു സൾഫർ ഉണ്ടായിരിക്കും. സോ ഇങ്ങനെ 2 ഓക്സിജൻ ഉണ്ടായിരിക്കും. ആൻഡ് ഈ സൾഫറിൽ ഒരു നൈട്രജൻ കൂടി ഉണ്ടായിരിക്കും. ആൻഡ് ഇവിടെ നമ്മൾ R1 എന്ന് എഴുതാം. സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, എന്ത് വേണമെങ്കിലും വെക്കാം. ആൻഡ് ഇവിടെ നമുക്ക് R2 ആൻഡ് R3. സോ ഇതാണ് എൻ്റെ ബേസിക് റിംഗ്, ബേസിക് സ്ട്രക്ചർ. എല്ലാ സൾഫാ മരുന്നുകൾക്കും ഇങ്ങനെ ഒരു ബേസിക് റിംഗ് ഉണ്ടായിരിക്കും. ഈ സൾഫാ മരുന്നുകളെ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഇപ്പോൾ ഒരു ക്ലാസിഫിക്കേഷൻ ഓറൽ അല്ലെങ്കിൽ ഇഞ്ചക്ഷനൊക്കെ ആയിട്ട് കൊടുക്കുന്നത്. സോ അതിനെ നമുക്ക് സിസ്റ്റമിക് എന്ന് വിളിക്കാം. രണ്ടാമത്തത് ടോപ്പിക്കൽ, പുറമേക്ക് പെരട്ടുന്നത്, അല്ലെങ്കിൽ സ്പെഷ്യൽ പർപ്പസ് എന്നും വിളിക്കാറുണ്ട്. സ്പെഷ്യൽ പർപ്പസ് സൾഫോണാമൈഡ് എന്നും പറയാറുണ്ട്. ആൻഡ് ഇവയെ നമുക്ക് അവരുടെ പ്രവർത്തന ദൈർഘ്യം അനുസരിച്ച് ഷോർട്ട് ആക്ടിംഗ് എന്ന് വിളിക്കാം. ദെൻ ഇന്റർമീഡിയറ്റ് ആക്ടിംഗ്, ലോങ് ആക്ടിംഗ് തന്നെ വീണ്ടും അൾട്രാ ലോങ് ആക്ടിംഗ് എന്നൊക്കെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇപ്പോൾ ഷോർട്ട് ആക്ടിംഗിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് സൾഫ, എല്ലാത്തിന്റെ മുന്നിൽ സൾഫ എന്ന് എഴുതുക. ദെൻ ഡയാസിൻ, സൾഫ ഡയാസിൻ ഒരു ഷോർട്ട് ആക്ടിംഗ് ആണ്. ദെൻ സൾഫ ഡയാസിൻ ഡിമിഡിൻ. ഇനി സൾഫ സെറ്റമൈഡ് ഉണ്ട്. സൾഫ സെറ്റമൈഡ് ഷോർട്ട് ആക്ടിംഗ് ആണ്. അത് നമുക്ക് ടോപ്പിക്കൽ എഴുതാം. സൾഫ ഉണ്ട്. സെറ്റമൈഡ് ഷോർട്ട് ആക്ടിംഗ് ആണ്, പക്ഷെ ടോപ്പിക്കലാണ് യൂസ് ചെയ്യുക. ഇന്റർമീഡിയറ്റ് ആക്ടിംഗിൽ ഏറ്റവും ഫേമസ് എന്ന് പറയുന്നത് സൾഫ മെത്തോക്സസോൾ ആണ്. സൾഫ എന്ന് തന്നെ എഴുതുക. മെത്തോക്സസോൾ എന്ന് പറയുന്ന ഫേമസ് ഡ്രഗ് ആണ്. നമ്മൾ അതിനെ SMZ എന്ന് എഴുതാറുണ്ട്, അല്ലെങ്കിൽ SMX ഇങ്ങനെയൊക്കെ അബ്രിവേറ്റ് ചെയ്യാറുണ്ട്. ദെൻ ലോങ് ആക്ടിംഗ്, ഇവിടെ ലോങ് ആക്ടിംഗ് ഞാൻ ഇവിടെ എഴുതാം. അത് സൾഫഡോക്സിൻ ആണ്. സൾഫഡോക്സിൻ എന്ന് പറയുന്ന മരുന്നാണ് ലോങ് ആക്ടിംഗ്. ഇതാണ് ഏറ്റവും ലോങ്സ്റ്റ്, ദീർഘനേരം പ്രവർത്തിക്കുന്ന സൾഫ മരുന്ന് സൾഫഡോക്സിൻ ആണ്. ദെൻ സൾഫമിത്തോപൈറസിൻ എന്ന് പറയുന്നതും ലോങ് ആക്ടിംഗ് ആണ്. സൾഫമിത്തോപൈറസിൻ. ദെൻ സൾഫ തന്നെ ഡൈമീത്തോക്സിൻ ഉണ്ട്. അത് ഇത്രയും ലോങ് ആക്ടിംഗ് അല്ല, കുറച്ചും കൂടി. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ വേണമെങ്കിൽ അൾട്രാ ലോങ് ആക്ടിംഗ് എന്ന് ക്ലാസിഫൈ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞത്. നമുക്ക് ഇങ്ങനെ പറയുകയാണെങ്കിൽ ദിസ് ഓൾസോ ലോങ് ആക്ടിംഗ് ആണ്, സൾഫ ഡൈമെത്തോക്സിൻ. ഇനി സ്പെഷ്യൽ പർപ്പസിൽ ഏറ്റവും പ്രധാനം ഓർ വൈഡ്ലി ഉപയോഗിക്കുന്നത് സിൽവർ സൾഫ ഡയാസിൻ ആണ്. സിൽവർ സൾഫ ഡയാസിൻ ആണ് ഏറ്റവും ഫേമസ്. ദെൻ പിന്നെ ഉള്ളത് മാഫിനൈഡ് ആണ്. മാഫിനൈഡ് എന്ന് പറയുന്നത് സൾഫാസെറ്റമൈഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ലോക്കലായിട്ട് തുള്ളി മരുന്ന് കണ്ണിലൊക്കെ ഒഴിക്കുന്നതാണ്. ഇനിയും ചില സൾഫ മരുന്നുകൾ കൂടിയുണ്ട്, അത് നമ്മളിവിടെ പറയുന്നില്ല. ഇപ്പോൾ ഉദാഹരണം ഡാപ്സോൺ എന്ന് പറയുന്നത്. ഡാപ്സോൺ നമുക്കറിയാവുന്നത് ലെപ്രസിക്ക് കൊടുക്കുന്ന മരുന്നാണ്. ലെപ്രസി. ദെൻ PAS പാരാമിനോസാലിസിലിക് ആസിഡ്, അത് ആന്റി TB ആണ്, ട്യൂബർകുലോസിസിന് കൊടുക്കും. സോ ഇതൊക്കെ നമുക്ക് പ്രത്യേകം വേറെ വീഡിയോ പറയാം. ഇനിയും മറ്റ് ചില സൾഫ മരുന്നുകളുണ്ട്. സൾഫാസലാസിൻ എന്ന് പറയുന്ന മരുന്ന് അൾസറേറ്റീവ് കൊളൈറ്റിസിനൊക്കെ കൊടുക്കുന്നതാണ്. അത് ഞാൻ കുറച്ച് അതിനെപ്പറ്റി ഞാൻ ഇവിടെ പറയാം. ദെൻ സൾഫ മൊയിറ്റിയുള്ള വേറെയും ഒരുപാട് മരുന്നുകളുണ്ട് കേട്ടോ. ഉദാഹരണത്തിന് പ്രമേഹത്തിന് കൊടുക്കുന്ന ഗ്ലിമിപ്പെറൈഡ് എന്ന് പറയുന്ന മരുന്ന്, അല്ലെങ്കിൽ ഗ്ലൈബെൻഗ്ലമൈഡ്, അങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ സൾഫണൈൽ യൂറിയാസ് എന്നാണ് നമ്മൾ അതിന് വിളിക്കുക. ദെൻ മൂത്ര
മൂത്രവർദ്ധനികൾ ഡയൂററ്റിക്സ് ചില മരുന്നുകളുണ്ട്. ദെൻ വേദനയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന കോക്സ് ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്, ആൽഫ ബീറ്റ ബ്ലോക്കേഴ്സ് ഉണ്ട്, ആന്റി മൈഗ്രെയിൻ ഡ്രഗ്സ് ഉണ്ട്, ദെൻ ആന്റി റിട്രോവൈറൽ ഡ്രഗുകളുണ്ട്, ആന്റി എപ്പിലെപ്സി അതിനൊക്കെ ഉപയോഗിക്കുന്ന പല മരുന്നുകളൊക്കെ സൾഫ മരുന്നുകളുണ്ട് കേട്ടോ. പക്ഷെ അവയ്ക്കൊന്നും ഈ പറയുന്ന ബാക്ടീരിയ കൊല്ലാനുള്ള ഫലം ഇല്ലാത്ത സൾഫ മരുന്നുകളാണ്. അത് നമ്മൾ വേറെ സ്ഥലത്തൊക്കെ ഡിസ്കസ് ചെയ്യും. ഇനി സൾഫ മരുന്നുകൾ പലപ്പോഴും നമ്മൾ ഒറ്റയ്ക്കല്ല കൊടുക്കുക, മറ്റു ചില മരുന്നുകൾ കൂടെ ചേർത്തിട്ടായിരിക്കും കൊടുക്കുക. അതിൽ ഫേമസ് ആണ് ട്രൈമെത്തോപ്രിം എന്ന് പറയുന്നത്, പഴയ മരുന്നാണ്. ദെൻ ട്രൈമെത്തോപ്രിം പോലെയുള്ള ഒരു മരുന്നാണ് ഇക്ലാപ്രിം എന്ന് പറയുന്നത്, ഒരു പുതിയ മരുന്നാണ് ഇക്ലാപ്രിം. പിന്നെ ഉള്ളത് പൈറിമെത്താമിൻ, പ്രൊഗ്വാനിൽ പോലുള്ളവയുണ്ട്. സോ ഇതെല്ലാം ഡൈഹൈഡ്രോഫോളേറ്റ് റിഡക്ടേസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന വിഭാഗ മരുന്നുകളാണ്. ഇതെന്താണെന്ന് ഞാൻ മെക്കാനിസം ആക്ഷൻ പറയുമ്പോൾ പറയാം. സോ ഈ മരുന്നുകൾ ബാക്ടീരിയയിലെ ഫോളിക് ആസിഡ് ഉണ്ടാവുന്നത് തടയുന്ന തരം മരുന്നുകളാണ്. നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ഇപ്പൊ മനുഷ്യനിൽ പ്രശ്നമില്ലെന്ന് വെച്ചാൽ, മനുഷ്യനുള്ള ഗുണം എന്ന് വെച്ചാൽ മനുഷ്യന് പുറത്തു നിന്ന് ഡയറക്റ്റ് ഫോളിക് ആസിഡ് കിട്ടിയാലും നമുക്ക് പണി നടത്താൻ പറ്റും. പക്ഷെ ബാക്ടീരിയയ്ക്ക് ഈ ഫോളിക് ആസിഡ് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കണം. അവ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് തന്നെ ഉണ്ടാക്കിയെടുത്താലേ അവർക്ക് പറ്റുള്ളൂ. സോ അപ്പോൾ നമുക്ക് മെക്കാനിസം ഓഫ് ആക്ഷൻ പറയാം. സോ ഫോളിക് ആസിഡ് ഉണ്ടാക്കലാണ് നമ്മുടെ ആദ്യപടി. സോ ഫോളിക് ആസിഡ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഡൈഹൈഡ്രോടെറിൻ പൈറോഫോസ്ഫേറ്റ് ആണ്. ഡൈഹൈഡ്രോടെറിൻ പൈറോഫോസ്ഫേറ്റ് എന്ന് പറയുമ്പോൾ 2 ഫോസ്ഫേറ്റ് ഉള്ള സംഭവമായിരിക്കും പൈറോഫോസ്ഫേറ്റ്. സോ ഇതിനകത്തേക്ക് ഇതിന്റെ കൂടെ നമ്മൾ പാരാ അമിനോ ബെൻസോയിക് ആസിഡ്, പാബയും കൂടി ചേർക്കുമ്പോൾ, സോ ഡൈഹൈഡ്രോടെറിൻ പൈറോഫോസ്ഫേറ്റിനൊപ്പം പാരാ അമിനോ ബെൻസോയിക് ആസിഡ് ഓർ പാബ കൂടി പിടിപ്പിക്കുക. രണ്ടും കൂടി പിടിപ്പിക്കലാണ് പരിപാടി. ഇങ്ങനെ പിടിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഡൈഹൈഡ്രോടെറോയിക് ആസിഡ് ആണ്. ടെറോയിക് ആസിഡ് കിട്ടും, ഡൈഹൈഡ്രോടെറോയിക് ആസിഡ് കിട്ടും. ഇതിനൊരു എൻസൈം വേണം. അതിന്റെ പേര് അപ്പം എന്തായിരിക്കും? ഡൈഹൈഡ്രോടെറോയിക് ആസിഡ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സോ ഡൈഹൈഡ്രോടെറോയേറ്റ് സിന്തേസ് എന്ന് പറയുന്ന എൻസൈം ആണ് ഇതിന് വേണ്ടത്. സോ നമ്മുടെ സൾഫ മരുന്നുകൾ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സൾഫയാണോ പാബയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റില്ല. സൾഫ മരുന്നുകൾ പാബയെ പോലെ ഇരിക്കും. സോ ബാക്ടീരിയക്ക് എന്ത് പറ്റും? ബാക്ടീരിയ തെറ്റിദ്ധരിച്ചിട്ട് പാബയാണെന്ന് കരുതി സൾഫ അല്ലെ, പാബയ്ക്ക് പകരം ഇവിടെ കൊണ്ട് സൾഫ വെച്ച് പിടിപ്പിക്കുമ്പോൾ നമുക്ക് ഈ സംഭവം കിട്ടുമോ? ഡൈഹൈഡ്രോടെറോയിക് ആസിഡ് നമുക്ക് കിട്ടില്ല. സോ ഡൈഹൈഡ്രോടെറോയിക് ആസിഡ് ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് ഫൈനൽ ഫോളിക് ആസിഡിന്റെ സംഭവങ്ങളിലേക്ക് പോകാനായിട്ട്. സോ സൾഫണാമൈഡ്സ് ആർ സ്ട്രക്ചറൽ അനലോഗ്സ് ഓഫ് പാബ, ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുക. സോ സൾഫണാമൈഡ്സ് ആർ സ്ട്രക്ചറൽ അനലോഗ്സ് ഓഫ് പാബ ആൻഡ് ഇൻഹിബിറ്റ് ദ ഫോളിക് ആസിഡ് സിന്തസിസ് ഓഫ് ബാക്ടീരിയ. സോ ഇതാണ് സൾഫണാമൈഡ് ചെയ്യുക. സോ സൾഫണാമൈഡ് ചെയ്യുക ഇതിനെ തടയുകയാണ്. ബിക്കോസ് ഇത് വെച്ചിട്ട് വേണം ഇത് പിടിപ്പിക്കാൻ. സോ പാബയെ പോലെ ഇരിക്കുന്നതുകൊണ്ട് ഇതെടുത്ത് സൾഫ എടുത്ത് വെച്ച് പിടിപ്പിക്കും. നമുക്കിപ്പോഴും ഫോളിക് ആസിഡ് കിട്ടിയിട്ടില്ല കേട്ടോ. സോ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഡൈഹൈഡ്രോടെറോയിക് ആസിഡിലേക്ക് നമ്മൾ പോളിഗ്ലൂട്ടമേറ്റ് എന്ന് വെച്ചാൽ ഒരു 5 to 6 ഗ്ലൂട്ടമേറ്റ് റെസിഡ്യൂസ്. ഗ്ലൂട്ടമേറ്റ് എന്ന് വെച്ചാൽ അമിനോ ആസിഡ് ആണ്. 5 to 6 പിടിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഡൈഹൈഡ്രോഫോളിക് ആസിഡ്. ഇപ്പോഴാണ് നമുക്ക് ഫോളിക് ആസിഡിന്റെ ഒരു പ്രധാനപ്പെട്ട ആളെ നമുക്ക് കിട്ടിയത്, ഡൈഹൈഡ്രോഫോളിക് ആസിഡ്. സോ ഇതിനൊരു എൻസൈം വേണം. അതിന്റെ പേരിപ്പോൾ എന്തായിരിക്കും? ഡൈഹൈഡ്രോഫോളിക് ആസിഡ് ഉണ്ടാക്കുന്നത്. സോ ഡൈഹൈഡ്രോഫോളേറ്റ് സിന്തേസ് എന്ന് പറയുന്ന എൻസൈമാണ് നമുക്ക് വേണ്ടത്. സോ അപ്പോൾ നമുക്ക് ഡൈഹൈഡ്രോഫോളിക് ആസിഡ് കിട്ടും. സോ നമ്മുടെ നശിച്ചു കഴിഞ്ഞാൽ ഈ ന്യൂട്രോഫിൽസ്, നമ്മുടെ ഒരു ഇൻഫെക്ഷൻ ഒക്കെ വരുമ്പോൾ ന്യൂട്രോഫിൽസ് ഒക്കെ നശിക്കും. അവിടെ നെക്രോട്ടിക് സെൽസ് ഉണ്ടാകും. സോ നമ്മൾ പഴുപ്പിനെ പറ്റിയാ പറയാം. പഴുപ്പിലൊക്കെ ധാരാളം ഫോളിക് ആസിഡ് ഉണ്ടാകും. നമ്മുടെ അവിടുത്തെ സെല്ലൊക്കെ പൊട്ടിയിട്ട് ഫോളിക് ആസിഡും പാബയൊക്കെ ധാരാളം റിലീസ് ചെയ്യും. സോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സൾഫണാമൈഡ് കൊണ്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ പഴുപ്പിന് ഫലം കിട്ടുമോ? ഇല്ല. കാരണം പാബ ഓൾറെഡി ഒക്കെ അവിടെ ധാരാളം കിടപ്പുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മുടെ പഴുപ്പിന് ഈ സൾഫ മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗുണമില്ലാത്തതാണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഞാൻ ഓർത്തപ്പോൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഡൈഹൈഡ്രോഫോളിക് ആസിഡ് പോരാ നമുക്ക് ഇതിനെ ടെട്രാഹൈഡ്രോഫോളിക് ആസിഡ് ആക്കി മാറ്റും. ഇവനാണ് ഇമ്പോർട്ടൻറ്റ്, ടെട്രാഹൈഡ്രോഫോളിക് ആസിഡ്. സോ ഇതായാലേ ബാക്ടീരിയയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റും. മനുഷ്യനും ഇത് അത്യാവശ്യമാണ്. മനുഷ്യനും ഡൈഹൈഡ്രോഫോളിക് ആസിഡിൽ നിന്ന് ടെട്രാഹൈഡ്രോഫോളിക് ആസിഡ് ആക്കി മാറ്റിയാലേ പല കാര്യങ്ങൾ. സോ ഇതിനൊരു എൻസൈം വേണം. അതിന്റെ പേര് ഡൈഹൈഡ്രോഫോളേറ്റ് റിഡക്ടേസ് എന്ന് പറയുന്ന ഒരു എൻസൈമാണ്, ഡൈഹൈഡ്രോഫോളേറ്റ് റിഡക്ടേസ്. സോ ഇതിനെ തടയുന്ന പണിയാണ് ആര് ചെയ്യുക? ട്രൈമെത്തോപ്രിം ചെയ്യുന്നത്. മറ്റു മരുന്നുകൾ ഞാൻ പറഞ്ഞു, ട്രൈമെത്തോപ്രിം, പൈറിമെത്താമിൻ, ദെൻ ഇക്ലാപ്രിം പോലുള്ള മരുന്നുകൾ ചെയ്യുന്നത് ഇവിടെയാണ് തടയുക. സൾഫണാമൈഡ് ഇവിടെയാണെങ്കിൽ ഇത് ഇവിടെയാണ് തടയുക. സോ സൾഫ ഫസ്റ്റ് സ്റ്റെപ്പിൽ തടയുന്നു, ഇത് അടുത്ത സ്റ്റെപ്പ് അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിലാണ് തടയുക. സോ ഇങ്ങനെ തടയുന്നതിന് നമ്മൾ സീക്വൻഷ്യൽ ബ്ലോക്കേഡ് എന്നാണ് പറയുന്നത്. സീക്വൻഷ്യൽ ബ്ലോക്കേഡ്. ആദ്യം ഒരാൾ തടഞ്ഞു, പിന്നെ അടുത്ത സ്റ്റെപ്പിൽ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇവനും തടയും. സോ ദിസ് ഈസ് ഡെഡ്ലി. രണ്ടും സ്റ്റെപ്പും കൂടി തടഞ്ഞാൽ ഒട്ടും ഫോളിക് ആസിഡ് ടെട്രാഹൈഡ്രോഫോളിക് ആസിഡ് ഒട്ടും ഉണ്ടാവില്ല. സോ ഇത് മാത്രമായിട്ട് കൊടുക്കുകയാണെങ്കിൽ ബാക്ടീരിയോ സ്റ്റാറ്റിക് ആയിരുന്നു, ഇതും മാത്രമായിട്ട് കൊടുക്കുകയാണെങ്കിൽ സ്റ്റാറ്റിക് ആണ്. പക്ഷേ രണ്ടും കൂടി ചേരുമ്പോൾ പണി മാറി, അവൻ ബാക്ടീരിയോസിഡലായി. സോ കോമ്പിനേഷൻ ഓഫ് ദീസ് ഡ്രഗ്, സൾഫ ഡ്രഗ് വിത്ത് ദീസ് ഡൈഹൈഡ്രോഫോളേറ്റ് റിഡക്ടേസ് ആർ ബാക്ടീരിയസിഡൽ എന്ന് മനസ്സിലാക്കി വെക്കുക. ഈ ഫോളിക് ആസിഡ് ഓർ ദീസ് ടെട്രാഹൈഡ്രോഫോളിക് ആസിഡ് ഇല്ലെങ്കിൽ എന്താണ്
പ്രശ്നം എന്നാരെങ്കിലും ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? സോ ഇതിൽ നിന്നാണ് ബാക്ടീരിയ ഫോർമൈൽ മെത്തിയോണിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് ഉണ്ടാക്കുന്ന ഇതിൽ നിന്നാണ്. ഫോർമൽ മെത്തിയോണിന്റെ പ്രാധാന്യം നമ്മൾ അടുത്ത കുറച്ച് വീഡിയോ കഴിയുമ്പോൾ പറയാം. കാരണം ബാക്ടീരിയ എന്ത് പ്രോട്ടീൻ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം വെച്ച് പിടിപ്പിക്കുന്ന അമിനോ ആസിഡ് ഫോർമൽ മെത്തിയോൺ, മനുഷ്യനാണെങ്കിൽ വെറും മെത്തിയോണിന്. സോ പ്രോട്ടീൻ സിന്തസിസ് എല്ലാം അവിടെ സ്റ്റോപ്പ് ആകും എന്നുള്ളതാണ് ഇതിന്റെ ഒരു കോൺസെപ്റ്റ്. രണ്ടാമത്തത് എന്ന് പറയുന്നത് ഈ RNAയിൽ യുറിഡിൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് DNA തൈമിഡിൻ ആക്കണമെങ്കിൽ അതിനകത്തേക്ക് ഒരു മീഥൈൽ ഗ്രൂപ്പ് വെച്ച് പിടിപ്പിക്കും. സോ ഡിയോക്സി തൈമിഡിൻ എന്ന് പറയുന്ന DNA സംഭവം ഉണ്ടാവണമെങ്കിൽ അതിന് ടെട്രാഹൈഡ്രോഫോളിക് ആസിഡ് എന്ന് പറയുന്ന മീഥൈൽ ഡോണർ അത്യാവശ്യമാണ്. സോ ഇത് ഇല്ലെങ്കിൽ DNA ഇല്ല, DNA ഇല്ലെങ്കിൽ പിന്നെ സെൽസ് ഡിവിഷനോ ഒന്നുമില്ല. സോ ദാറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് ടെട്രാഹൈഡ്രോഫോളിക് ആസിഡ്. അപ്പോൾ നമ്മൾ ഈ മരുന്ന് കൊടുത്തിട്ട് ടെട്രാഹൈഡ്രോഫോളിക് ആസിഡ് സിന്തസിസ് തടഞ്ഞാൽ മനുഷ്യന് പ്രശ്നം ഉണ്ടാവില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ് ഓഫ് കോഴ്സ് മനുഷ്യന് പ്രശ്നം ഉണ്ടാകും. സോ ഇതാണ് ബാക്ടീരിയൽ തടയുന്നത്. നമ്മൾ കൊടുക്കുന്ന ഡോസിൽ ബാക്ടീരിയ, പക്ഷേ മനുഷ്യനിൽ തടഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനിൽ നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് മനുഷ്യനിലെ ടെട്രാഹൈഡ്രോഫോളിക് ആസിഡിനെ നമുക്ക് വീണ്ടും സംഭവങ്ങളാക്കി മാറ്റാൻ പറ്റുന്ന ചില മരുന്നുകൾ നമുക്കുണ്ട്. അതിന്റെ പേരാണ് ഫോളിനിക് ആസിഡ്. ഫോളിനിക് ആസിഡ് അല്ലെങ്കിൽ സിട്രോവേറം ഫാക്ടർ എന്ന് വിളിക്കും, അല്ലെങ്കിൽ അതിന്റെ ട്രേഡ് നെയിം കാൽഷ്യം ലൂക്കോവെറിൻ ആണ്, കാൽഷ്യം. സോ ഇത് കൊടുത്തിട്ട് നമുക്ക് ഫോളിക് ആസിഡ് ഇല്ലാത്ത അല്ലെങ്കിൽ ഫോളിനിക് ആസിഡ് ഇല്ലാത്ത പ്രശ്നം നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടീസ് പറഞ്ഞു കഴിഞ്ഞാൽ സൾഫ മരുന്നുകൾ ബാക്ടീരിയോസ്റ്റാറ്റിക് ആണ്, DHFR കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡൈഹൈഡ്രോഫോളേറ്റ് റിഡക്ടേസ് കൂടെ ആഡ് കഴിഞ്ഞാൽ സ്റ്റാറ്റിക് പോയി സിഡൽ ആയിട്ട് മാറും എന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലായി. പിന്നെ നമുക്ക് ഓരോ മരുന്നുകളെ പറ്റി പറയാം. ആദ്യം നമുക്ക് സൾഫോഡോക്സിനെ കുറിച്ച് പറയാം. സൾഫോഡോക്സിൻ മോസ്റ്റ് ലോങ്ങസ്റ്റ് ആക്ടിങ് സൾഫോഡോക്സിൻ ആണ്. ആൻഡ് ഇതിന്റെ ഒപ്പം ഇതൊറ്റയ്ക്കായിരിക്കില്ല മിക്കവാറും കൊടുക്കുക. ഇതിന്റെ ഒപ്പം പൈറിമെത്താമിൻ എന്ന് പറയുന്ന മരുന്ന് കൂടി കൊടുക്കും. പൈറിമെത്താമിൻ കൊടുക്കുമ്പോൾ അതിന് നമ്മൾ കൊടുക്കുന്നത് മലേറിയ ഇൻഫെക്ഷൻസിലും. സോ ഒറ്റയ്ക്കല്ല, നമ്മൾ ആർട്ടെസിനുവേറ്റ് എന്ന് പറയുന്ന മരുന്നിനൊപ്പമാണ്. ഡ്രഗ് ഓഫ് ചോയ്സ് ഇൻ സർട്ടൻ കൈൻഡ് ഓഫ് മലേറിയ. ഇതിലാണ് ഞാൻ മലേറിയ പറഞ്ഞിട്ടുണ്ട്, മലേറിയ വീഡിയോ ആണ്. അതാണ് ഒരു ഉപയോഗം. രണ്ടാമത്തെ മരുന്ന് എന്ന് പറഞ്ഞാൽ സൾഫാഡയാസിൻ ആണ്. സൾഫാഡയാസിനൊപ്പം നമ്മൾ ഈ പൈറിമെത്താമിൻ പൈറിമെത്താമിൻ ഇത് ഫാൻസിഡാർ ആണ് കേട്ടോ. ഫാൻസിഡാർ എന്ന് പറയുന്ന ഒരു ട്രേഡ് നെയിമാണ്, ഫേമസ് കോമ്പിനേഷൻ ആണ്, മലേറിയ കൊടുക്കും. ആൻഡ് ഇത് നമ്മൾ കൊടുക്കുന്നത് ടോക്സോപ്ലാസ്മോസിസിനാണ്. ടോക്സോപ്ലാസ്മോസിസ് ഗോണ്ടി എന്ന് പറയുന്ന അസുഖത്തിനാണ് നമ്മൾ കൊടുക്കുക. ഇമ്മ്യൂണോ കോംപ്രമൈസ് പേഷ്യൻസ് ആണെങ്കിൽ ദിസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ് ഇതാണ്. ദെൻ ക്ലിൻഡാമൈസിനും കൊടുക്കും. ദെൻ ഗർഭിണിയാണെങ്കിൽ സ്പാരമൈസിൻ ആയിരിക്കും കൊടുക്കുക. അതൊക്കെ പോട്ടെ നമുക്ക്. സോ ഇത് രണ്ടും നമ്മൾ പറഞ്ഞത് രണ്ടും ബാക്ടീരിയ അല്ല എന്ന് കൂടി ഓർക്കുക. രണ്ടും പ്രോട്ടോസോവയാണ്. മലേറിയ ഒരു പ്രോട്ടോസോവ തന്നെയാണ് എന്ന കാര്യം കൂടി ഓർത്ത് വെച്ചേക്കുക. സോ പ്രോട്ടോസോവൽ ഇൻഫെക്ഷൻ ആണ് ടോക്സോപ്ലാസ്മയും മലേറിയയും. ഇത് രണ്ടിനും നമ്മൾ കൊടുക്കും. സൾഫാഡോക്സിനും സൾഫാഡയാസിനും പൈറിമെത്താമിനും ഒപ്പം. പക്ഷെ നമ്മൾ പ്രധാനമായിട്ട് പറയുന്ന മരുന്ന് ഇതല്ല, സൾഫാമെത്തോക്സസോൾ ആണ്. സൾഫാമെത്തോക്സസോൾ എന്ന് പറയുന്ന മരുന്നിനെ പറ്റിയാണ് നമ്മൾ അധികം പറയുക. സൾഫാമെത്തോക്സോളും ഈ മരുന്ന് ട്രൈമെത്തോപ്രിമും കൂടി ചേർക്കുകയാണ്. കൂടി ചേർക്കുമ്പോൾ നമ്മൾ രണ്ടും കൂടി ചേർക്കുമ്പോൾ എന്ന് നമുക്ക് ഉപയോഗിക്കാം. ട്രൈമെത്തോപ്രിമിന്റെ ട്രൈ നമ്മൾ ഇവിടെ എടുത്തു. സൾഫാമെത്തോക്സോളിന്റെ മെത്തോക്സോളും കൂടി ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് കോട്രൈമോക്സസോൾ എന്നാണ് നമ്മൾ ഈ മരുന്നിനെ വിളിക്കുക. കോട്രൈമോക്സോൾ മീൻസ് സൾഫാമെത്തോക്സസോൾ പ്ലസ് ട്രൈമെത്തോപ്രിം രണ്ടും കൂടി ചേർക്കുന്ന മരുന്നാണ്. ഫേമസ് പേരുകൾ ബാക്ട്രിം, സെട്രാൻ, ബാക്ട്രിം DS, സെപ്ട്രാൻ DS അങ്ങനെയൊക്കെ പറയുന്ന മരുന്നാണ്. പണ്ട് വളരെ ഫേമസ് ആണ്, വളരെയധികം ഉപയോഗിച്ചുകൊണ്ടിരുന്ന മരുന്നാണ് ഇതൊക്കെ. അപ്പോൾ രണ്ടും കൂടി ചേർക്കണം. എത്രയ്ക്കായിരിക്കും ചേർക്കുക അല്ലെ? ഒരു കപ്പ് മൈദയ്ക്ക് 2 മുട്ട എന്നൊക്കെ പറയുന്ന പോലെ നമുക്കൊരു കണക്കുണ്ട്, റേഷ്യോ ഉണ്ട്. എന്ന് പറയുമ്പോൾ നമ്മൾ ചേർക്കുക ട്രൈമെത്തോപ്രിം നമ്മൾ 1 ഭാഗം ചേർക്കുന്നു. സൾഫാമെത്തോക്സോൾ 5:1 എന്ന റേഷ്യോയിലാണ് നമ്മൾ ചേർക്കുക. സോ സൾഫാമെത്തോക്സോൾ 5 ചേർക്കുമ്പോൾ ട്രൈമെത്തോപ്രിം നമ്മൾ 1 ചേർക്കുക. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധാരണ ഡോസ് 400 മില്ലിഗ്രാം ഇത് ചേർക്കുമ്പോൾ 80 മില്ലിഗ്രാം ഇത് ചേർക്കും. അല്ലെങ്കിൽ നമ്മൾ 800 മില്ലിഗ്രാം ചേർക്കുമ്പോൾ 1600. ഇതാണ് DS ഈ സാധാരണ. സോ ഇത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ബാക്ടീരിയയുടെ ശരീരത്തിനകത്ത് അല്ലെങ്കിൽ ബാക്ടീരിയയുടെ ഉള്ളിൽ ഇത് 20:1 അല്ലെങ്കിൽ നമ്മുടെ ESFനകത്ത് ഇതേ കോൺസെൻട്രേഷനിലെത്തും. അപ്പോൾ സൾഫ മരുന്ന് കൂടുതലായിട്ട് ബാക്ടീരിയയുടെ അകത്തേക്ക് എത്തും. അപ്പോൾ നമുക്കിനി കോട്രിമോക്സോളിന്റെ ഉപയോഗങ്ങളാണ് പറയേണ്ടത്. കോട്രിമോക്സോൾ ഇസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ് ഇൻ ന്യൂമോസിസ്റ്റൈറ്റിസ്. പണ്ട് അതിന്റെ പേര് കരീനി എന്നായിരുന്നു. ഇപ്പൊ അതിനെ നമ്മൾ വിളിക്കുക ജെറോവിക്കി എന്നാണ്. ജെറോവിക്കി ഇൻഫെക്ഷൻസിലെ ഡ്രഗ് ഓഫ് ചോയ്സ് ആണ്. കോട്രിമോക്സോൾ IV ഒക്കെ ആയിട്ടായിരിക്കും കൊടുക്കുക. HIV ഉള്ളവരാണെങ്കിൽ മസ്റ്റ് ആണ്, HIV അവർക്ക് കൊടുക്കും. ദെൻ രണ്ടാമത്തെ ഡ്രഗ് ഓഫ് ചോയ്സ് ഇൻ ഐസോസ്പോറയിലാണ്. ഐസോസ്പോറ ഇൻഫെക്ഷനിൽ കൊടുക്കും. 3 നൊക്കാർഡിയ ഇൻഫെക്ഷനിൽ കൊടുക്കും. 4 ടൈഫോയിഡിനകത്ത് കൊടുക്കും. ടൈഫോയിഡിൽ വെറുതെ അല്ല, കാരിയർ
കാരിയേഴ്സ് ആണെങ്കിലാണ് നമ്മൾ കൊടുക്കുക. കാരിയേഴ്സിൽ പെനിസിലിൻ ഫലമില്ല എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. സോ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഇത് കൊടുക്കുക. പക്ഷേ ഇത് മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മുടെ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസിലാണ്, UTIയിലാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സിസ്റ്റൈറ്റിസിലും നമുക്ക് ഉപയോഗിക്കാം. സിസ്റ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ മൂത്രസഞ്ചിയിലുള്ള പ്രശ്നങ്ങളാണ്. സോ ഇപ്പോഴും കൊടുക്കാറുണ്ട്. ദെൻ പ്രോസ്റ്റൈറ്റിസിലും കൊടുക്കാം, പ്രോസ്റ്റൈറ്റിസിലും നമുക്ക് കൊടുക്കാം. ദെൻ സൈക്ലോസ്പോറയിൽ കൊടുക്കാം, സൈക്ലോസ്പോറ എഴുതിയേക്കാം, സൈക്ലോസ്പോറ. ദെൻ ബുർക്കൊൾഡേറിയ സെപ്പാസിക്ക എന്ന് പറയുന്നതിൽ കൊടുക്കാം. ദെൻ അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി ഉണ്ട്, അതിലും കൊടുക്കാം. ദെൻ ഷിജല്ല, അതിനകത്തൊക്കെ നമ്മൾ കൊടുത്തോണ്ടിരുന്നതാണ്, പക്ഷേ ഉപയോഗം കുറവാണ് ഇപ്പോൾ പല അങ്ങനെയൊക്കെ ഉള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് ട്രാവലേഴ്സ് ഡയറിയയിലൊക്കെ ഇത് കൊടുത്തോണ്ടിരുന്നതാണ്, പക്ഷേ ഓരോ സ്ഥലത്തൊക്കെ ഇത് റെസിസ്റ്റൻ്റ് ആണോ അല്ലയോ നമുക്ക് പറയാൻ പറ്റും. സോ ഇതാണ് ട്രൈമെത്തോപ്രിം ഓർ കോട്രിമോക്സസോൾ, അതിനെ പറ്റിയുള്ള ഉപയോഗങ്ങൾ. ഇനി ടോപ്പിക്കലിൽ ഏറ്റവും പ്രധാനം നമ്മൾ പറഞ്ഞു സിൽവർ സൾഫർ ഡയാസിൻ ആണെന്ന് പറഞ്ഞു. സിൽവർ എന്ന് എഴുതിയേക്കാം, സൾഫർ ഡയാസിൻ ആണ്. 1% ക്രീമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക സിൽവർ സൾഫർ ഡയാസിൻ. ഇത് തന്നെ ഐ ഡ്രോപ്സ് ആയിട്ട് ഉപയോഗിക്കും കേട്ടോ. ഐ ഡ്രോപ്പ് സിൽവർ സൾഫർ ഡയാസിൻ ഐ ഡ്രോപ്സ്, ഒപ്താൽമിയ നിയോനേറ്റോറം അതിനകത്ത് കൊടുക്കും. ആൻഡ് സിൽവറിന് നമുക്കറിയാം ആന്റി ഫംഗൽ ആക്ഷൻസ് ഒക്കെ ഉണ്ട്. സ്കിൻ ക്രീം ആയിട്ട് ബേൺസിൽ ഏറ്റവും അധികം പൊള്ളലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളിത് ഉപയോഗിക്കുക സിൽവർ സൾഫർ ഡയാസിൻ ആയിരിക്കും അല്ലേ. വലിയ പാക്കറ്റുകളൊക്കെ മെഡിക്കൽ കോളേജിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ദെൻ ബിക്കോസ് ഓഫ് ഇറ്റ്സ് ആക്ഷൻ അഗൈൻസ്റ്റ് എഫലക്കോക്കസ് ഓറിയസ്, അതിനൊക്കെ നല്ല ഫലമുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ കൊടുക്കാം. മെഫനൈഡും കൊടുക്കാം, മെഫനൈഡ് എന്ന് പറയുന്നതും കൊടുക്കാം. പക്ഷെ മെഫനൈഡ് ചിലപ്പോഴെങ്കിലും അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ലാക്റ്റിക് ആസിഡോസിസ് ഒക്കെ വരാനുള്ള ചെറിയ ചാൻസസ് ഒക്കെ ഉണ്ട്. കാരണം ബേൺസ് എന്നൊക്കെ പറയുമ്പോൾ ശരീരത്തിൽ വെള്ളമൊക്കെ കുറവാണ്. സോ അതൊക്കെ കൊണ്ട് പ്രിഫേർഡ് ഈ സിൽവർ സൾഫർ ഡയാസിൻ ആണ്. ഇനി സൾഫസലാസിനെ കുറിച്ചിട്ട് ചെറിയൊരു വാക്ക് പറയാം, അത് നമുക്ക് പിന്നീട് വേറെ ഏതെങ്കിലും വീഡിയോയിൽ നമ്മൾ പറയുകയാണെങ്കിൽ പറയും. ഇതിനകത്തൊരു സൾഫാപിരിഡിൻ ഉണ്ട്. ആൻഡ് സൾഫാപിരിഡിൻ പ്ലസ് 5ASA എന്നാണ് പറയുക, 5 അമിനോ സാലിസിലിക് ആസിഡ് ഉണ്ട്. ആൻഡ് ഇതാണ് എന്താ പറയുക റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിനെതിരായിട്ട് വർക്ക് ചെയ്യുക. ഇത് വർക്ക് ചെയ്യുന്നത് അൾസറേറ്റിക് കൊളൈറ്റിസിൽ ഒരു ആസോ ബോണ്ടൊക്കെ ഫോം ചെയ്തിട്ടാണ്. പിന്നെ ഉള്ള ഒരെണ്ണം സൾഫാസെറ്റമൈഡ് ആണ്, ഓൾറെഡി പറഞ്ഞു. അത് ഐ ഡ്രോപ്സ് ആയിട്ടും അല്ലെങ്കിൽ ഓയിൻമെന്റ്സ് ഒക്കെ ആയിട്ട് കണ്ണിലൊക്കെ ഇൻഫെക്ഷൻ, കൺജങ്ക്റ്റിവൈറ്റിസ് പോലെയുള്ള പലതരം ഇൻഫെക്ഷൻസിലൊക്കെ ഉപയോഗിക്കും. ദെൻ ഇക്ലാപ്രിം, ട്രൈമെത്തോപ്രിം പോലെയുള്ള ഒരു മരുന്നാണ് നമ്മൾ പറഞ്ഞത് ഇക്ലാപ്രിമിന് MRSAയിൽ യൂസ് ഉണ്ട്. ദെൻ VRSA, ഇതൊക്കെ എന്താണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്. മെത്തിസിലിൻ റെസിസ്റ്റൻസ് സ്റ്റെഫലോകോക്കസ് ഓറിയസ്, വാങ്കോമൈസിൻ റെസിസ്റ്റൻസ് സ്റ്റെഫലോകോക്കസ് ഓറിയസ്, അങ്ങനെയൊക്കെയുള്ള ഗ്രാം പോസിറ്റീവിനെതിരെ വർക്ക് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് പറയേണ്ടത് അഡ്വേഴ്സ് എഫക്റ്റ് ആണ്, ദോഷഫലങ്ങളാണ് പറയേണ്ടത്. സൈഡ് എഫക്ട്സ് ആൻഡ് അഡ്വേഴ്സ് എഫക്റ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൾഫ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരു അലർജിയാണ് അല്ലേ. ബിക്കോസ് ഓഫ് ഇറ്റ്സ് അലർജി റാഷസ് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഏത് സൾഫ മരുന്നും അലർജി ഉണ്ടാക്കാം. 3% ആൾക്കാരിൽ എന്തായാലും അലർജി ഉണ്ടാക്കും. ആൻഡ് HIV ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ 50 to 60% പേർക്കും അലർജി ഉണ്ടാക്കും എന്നുള്ളതാണ്. സോ റാഷസ് നമ്മൾ പറയാ ഫിക്സഡ് ഡ്രഗ് ഇറപ്ഷൻസ് ഉണ്ടാക്കാം. ഇതാണ് മോസ്റ്റ് കോമൺ. ആൻഡ് നേരത്തെ ക്രീമോ അങ്ങനെയൊക്കെ പറ്റി സെൻസിറ്റൈസ് ചെയ്തവരിലാണെങ്കിൽ കൂടുതൽ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. സോ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. രണ്ടാമത്തത്, ഇത് മരുന്ന് നശിക്കുന്നത് അസറ്റിലേഷൻ വഴിയാണ്. അസറ്റിലേഷൻ ആണ് നടക്കുക ലിവറിനകത്ത്. സോ ചിലപ്പോൾ മരുന്നിന്റെ സോൾട്ട്, അസറ്റേറ്റ് സോൾട്ട് ഉണ്ടാക്കും. ഇപ്പോൾ കൊടുത്തതിനേക്കാൾ വലുതായിരിക്കും. സൾഫ മരുന്ന് കൊടുത്തു, അതിന്റെ അസറ്റിലേറ്റഡ് സോൾട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഇത് വെള്ളത്തിൽ അലിയാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. അല്ലെങ്കിൽ നമ്മൾ അതിനെ ക്രിസ്റ്റലൈസേഷൻ എന്നാണ് പറയുക. ക്രിസ്റ്റലൈസ് ചെയ്യും യൂറിനിലപ്പോൾ ക്രിസ്റ്റലൂറിയ എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാക്കും. സോ നമ്മൾ അത് തടയാനായിട്ട് 1 to 1.5 ലിറ്റർ വെള്ളം കൂടുതലായിട്ട് കഴിക്കുക മരുന്നിനൊപ്പം എന്ന് പറയും. പക്ഷേ ഇപ്പോൾ പുതിയ മരുന്നുകൾക്കൊന്നും അതില്ല, പഴയ മരുന്നുകൾക്കൊക്കെ ആയിരുന്നു ഇത് പ്രശ്നം. എങ്കിലും അതിനൊപ്പം വെള്ളം കുടിക്കുക. ആൻഡ് ഇത് ഏറ്റവും കുറവുള്ളപ്പം മരുന്ന് ഏതാണെന്ന് വെച്ചാൽ അത് സൾഫിസോക്സസോൾ എന്ന് പറയുന്ന മരുന്ന് ഹൈലി സോലുബിൾ ഇൻ യൂറിനാണ്. അപ്പോൾ അതിന് ക്രിസ്റ്റലൂറി ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. ഇനി ഇതേ അസറ്റിലേഷൻ മൂലം തന്നെ മറ്റൊരു സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. അസറ്റിലേറ്റേഴ്സിൽ നമുക്കറിയാം സ്ലോ അസറ്റിലേറ്റേഴ്സ്, ഫാസ്റ്റ് അസറ്റിലേറ്റേഴ്സ്, അങ്ങനെ ഒരുപാട് സ്റ്റാറ്റസ് ഉണ്ട്. സോ സ്ലോ അസറ്റിലേറ്റേഴ്സ് ആണെങ്കിൽ അവരിൽ ഉണ്ടാകാവുന്ന ഒരു പ്രശ്നം, ഇറ്റ് ക്യാൻ കോസ് DLE ഉണ്ടാക്കാം. DLE എന്ന് വെച്ചാൽ ഡ്രഗ് ഇൻഡ്യൂസ് സിസ്റ്റമിക് ലൂപ്പസ് എറിത്രോമാറ്റോസിസ് ഉണ്ടാക്കാം. SLE ഉണ്ടാക്കാം അവർ. സോ അസറ്റിലേഷൻ നടക്കുന്ന പല മരുന്നുകളും നമുക്കറിയാം, ഷിപ്പ് ഡ്രഗ്സ്. സോ അതെല്ലാം ഈ SLE ഉണ്ടാക്കുന്ന മരുന്നുകളാണെന്നും കൂടി നമുക്കൊന്നറിയാം. ദെൻ ഇനി ഉണ്ടാക്കാവുന്നത് എപ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാക്കാം. ഇപ്പോൾ G6PD ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാരിലാണെങ്കിൽ ഹീമോലൈസിസ് ഉണ്ടാക്കാം. ദെൻ അടുത്തൊരു പ്രശ്നം എഗ്രാനുലോസൈറ്റോസിസ് ഉണ്ടാക്കാം. എഗ്രാനുലോസൈറ്റോസിസ് വരുമ്പോഴത്തേക്ക് ന്യൂട്രോഫിലിന്റെ എണ്ണമൊക്കെ കുറയും, ന്യൂട്രോപീനിയൊക്കെ ഉണ്ടാക്കാം. ദെൻ സൾഫണാമൈഡിന്റെ വേറൊരു പ്രശ്നം നമ്മൾ എപ്പോഴും പഠിക്കുക, അത് പ്രോട്ടീൻ ബൈൻഡിങ് പഠിക്കുമ്പോൾ, പ്ലാസ്മ പ്രോട്ടീൻ ബൈൻഡിങ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ്, പറഞ്ഞിട്ടുള്ളതാണ്. ആൻഡ് സൾഫണാമൈഡ് ക്യാൻ ഡിസ്പ്ലേസ് ചെയ്ത് പ്ലാസ്മ പ്രോട്ടീൻ ആണെങ്കിൽ ഇവിടെ നമുക്ക്
നമുക്ക് ബിലിറൂബിൻ പിടിച്ചിരിക്കാന്ന് വിചാരിക്കുക. സൾഫണാമൈഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് അവിടെ പോയിട്ട് മാറാന്ന് പറയും, ഇവമ്പ് അവിടെ പിടിക്കും. അപ്പോൾ ബിലിറൂബിൻ പുറത്താകും. ബിലിറൂബിൻ ഇപ്പോൾ കൊച്ചു പിള്ളേരിലൊക്കെ ആണെങ്കിൽ അവരുടെ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ശരിയായിട്ട് ഫോം ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ബിലിറൂബിൻ എന്ത് ചെയ്യും, അവരുടെ തലയുടെ അകത്തേക്ക് ബ്രെയിനകത്തേക്ക് അല്ലെങ്കിൽ ന്യൂറോൺസിൽ കയറി കഴിഞ്ഞാൽ സിവിയർ ന്യൂറോടോക്സിറ്റി ഉണ്ടാക്കും. അതിനെ നമ്മൾ വിളിക്കുക കെർണിക്-ടെറസ് എന്നാണ് വിളിക്കുക. സോ അതുകൊണ്ട് ദീസ് ഡ്രഗ് സൾഫണാമൈഡ് ഷുഡ് നോട്ട് ബി ഗിവൺ ഫോർ നിയോനേറ്റ്. ചെറിയ കുട്ടികളിൽ ഇത് ഒഴിവാക്കുക, കൊടുക്കരുത്. ബിക്കോസ് ബിലിറൂബിൻ ഭയങ്കരമായിട്ട് കൂടിയിട്ട് അവർക്ക് കെർണിക്-ടെറസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. സോ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. ട്രൈമെത്തോപ്രിൻ എന്ന് പറയുന്ന സാധനം ടെറാറ്റോജനിക് ആണ്. സോ ഇത് ഗർഭിണികളിൽ കൊടുക്കാൻ പാടില്ല. സോ ഗർഭിണികളിൽ ഈ മരുന്ന് നമുക്ക് കൊടുക്കാനായിട്ട് പാടില്ല. കോൺട്രാൻഡിക്കേറ്റഡ് ഇൻ പ്രഗ്നൻസി. ഇനി ട്രൈമെത്തോപ്രിൻ ചേർന്ന് വാ. ബിക്കോസ് ഓഫ് ദിസ് ട്രൈമെത്തോപ്രിൻ നമ്മൾ ഓൾറെഡി കണ്ട് ഫോളിക് ആസിഡ് കൺവേർഷനൊക്കെ തടയാണ്. സോ ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി ഉണ്ടാക്കും. ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ സ്റ്റൊമറ്റൈറ്റിസ് ഉണ്ടാക്കും. എന്ന് വെച്ചാൽ വായിൽ കുരുക്കളൊക്കെ വരും, അല്ലെങ്കിൽ ഗ്ലോസൈറ്റിസ്, നാക്കിൽ കുരുക്കളൊക്കെ വരും. ആൻഡ് ബിക്കോസ് ഓഫ് ദിസ് മെഗാലോ ബ്ലാസ്റ്റിക് അനീമിയ ഒക്കെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നം, പാൻസൈറ്റോപീനിയ ഒക്കെ ഉണ്ടാക്കും. ഇനി ട്രൈമെത്തോപ്രിൻ്റെ മാത്രം കാര്യമാണ് നമ്മൾ പറയാം. ട്രൈമെത്തോപ്രിൻ കിഡ്നിയിൽ റീനൽ ട്യൂബ്യൂൾസിനകത്ത് ആൽഡോസ്റ്റിറോൺ റിസപ്റ്ററിനെ തടയാം. ആൽഡോസ്റ്റിറോൺ റിസപ്റ്റർ ആന്റഗോണിസ്റ്റ്, അല്ലെങ്കിൽ നമ്മളതിനെ മിനറലോകോർട്ടിക്കോയിഡ് റിസപ്റ്റർ ആന്റഗോണിസ്റ്റ്. ആ ആക്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈപ്പർ കലീമിയ ഉണ്ടാക്കാം. നമ്മൾ ഈ മരുന്നുകൾ സാറിന് എന്തിനാണ് ഉപയോഗിക്കുന്നത്, നമ്മൾ പൊട്ടാസ്യം സ്പെയറിംഗ് ഡയൂറിറ്റിക് ആയിട്ടല്ലേ ഉപയോഗിക്കാം. സോ അപ്പോൾ അതുകൊണ്ട് ഹൈപ്പർ കലീമിയ എന്നുള്ള പ്രശ്നം ഉണ്ടാക്കാം. ദെൻ റീനൽ ട്യൂബുലാർ അസിഡോസിസ് ടൈപ്പ് 4 എന്ന് പറയുന്ന പ്രശ്നങ്ങളും ഉണ്ടാക്കും. ദെൻ ഈ ട്രൈമെത്തോപ്രിൻ പ്രോസ്റ്റേറ്റിനകത്തൊക്കെ നന്നായിട്ട് കയറുന്നതുകൊണ്ട് പ്രോസ്റ്റാറ്റിക് ഇൻഫെക്ഷൻസിലൊക്കെ ഉപയോഗിക്കും. ദെൻ പിന്നെ ഒരു പ്രശ്നം, സൾഫ മരുന്നുകൾ പ്രവർത്തിക്കാൻ കുറച്ച് സമയമെടുക്കും. അതിന് നമ്മൾ വിളിക്കുക ടൈം ലാഗ് എന്നാണ്. ടൈം ലാഗ് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഈ ഓൾറെഡി ഫോം ചെയ്ത ഫോളിക് ആസിഡ് ഉണ്ടായിരിക്കും, കുറച്ച് പാബയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. സോ ഇതെല്ലാം വർക്ക് ചെയ്തതിന് ശേഷം ഒട്ടും ഇല്ലാതാകുമ്പോൾ മാത്രമേ ആക്ഷൻ തുടങ്ങത്തുള്ളൂ. അപ്പോൾ അതിന് ചെറിയൊരു ടൈം ലാഗ് എടുക്കും എന്നുകൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കും. ദെൻ റെസിസ്റ്റൻസിനെ കുറിച്ച് പറഞ്ഞാൽ സിന്തറ്റിക് ആണ് സംഭവം. സിന്തറ്റിക് മരുന്നായിട്ട് റെസിസ്റ്റൻസ് സാധ്യത കുറവാണ്. പിന്നെ എന്താ ചെയ്യുക, ബാക്ടീരിയ എന്ന് വെച്ചാൽ പാപ കൂടുതലായിട്ട് അങ്ങ് ഉണ്ടാക്കും. സോ ഇൻക്രീസ്ഡ് എക്സ്പ്രഷൻ ഓഫ് പാബ എന്നാണ് പറയുക. ഇൻക്രീസ്ഡ് എക്സ്പ്രഷൻ ഓഫ് പാബ, അങ്ങനെ ഒരു പണി. പിന്നെ ഇത് പിടിക്കാനുള്ള എൻസൈമിൽ അവിടെ പോയി പിടിക്കാൻ പറ്റാത്ത ഡിക്രീസ്ഡ് ബൈൻഡിങ് വിത്ത് ദ ടെറോയിഡ് സിന്തേസ്. പാബ ഒക്കെ ചേർക്കുന്ന ടെറോയിഡ് സിന്തേസ് ആണല്ലോ, അതിൽ ഡിക്രീസ്ഡ് ബൈൻഡിങ്. സോ ഇങ്ങനെയാണ് ഈ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നതിന്റെ മെക്കാനിസം സൾഫണാമൈഡ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സൾഫണാമൈഡ് ഗ്രൂപ്പിനെ പറ്റി പറയാനുള്ളത്. സോ സൾഫണാമൈഡിനെ കുറിച്ച് പറഞ്ഞു, ട്രൈമെത്തോപ്രിനെ കുറിച്ച് പറഞ്ഞു, കോട്രിമോക്സോളിനെ കുറിച്ച് പറഞ്ഞു, മറ്റ് അനുബന്ധ മരുന്നുകളെ കുറിച്ച് എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.